നമസ്കാരം. മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഹിന്ദു ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ അക്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ മലയാള മാധ്യമങ്ങൾ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മലയാള മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തകൾ? ആൾക്കൂട്ടം മുസ്ലിം യുവാക്കളെ പൈശാചികമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി. പശുവിനെ കടത്തിയെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ആൾക്കൂട്ടം യുവാവിനെ നഗ്നനാക്കി മർദ്ദിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം പുറത്തു വന്ന് ഇത് വായിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഇത് ശ്രദ്ധിക്കുന്ന ഒരു മലയാളി നോർത്ത് ഇന്ത്യയിൽ മൂന്നാമത് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം യോഗി ആദിത്യനാഥ് യുപിയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത് കൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ഇവിടെ സുരക്ഷിതരല്ല എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു പോയാൽ ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത ശ്രദ്ധിച്ച മലയാളിയെ തെറ്റുപറയാൻ സാധിക്കില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് എന്ന് ഈ വിഷയത്തോട് അടുത്ത് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാലാണ് നമുക്ക് മനസ്സിലാവുക. ഈ അലിഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് യുവാവിനെ നഗ്നനാക്കി മർദ്ദിച്ചു, അല്ലെങ്കിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് യുവാക്കളെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതു തരത്തിലുള്ള സാഹചര്യമാണ് അലിഗഡിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് നാം ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അലിഗഡിൽ പോകാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യം, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. 75% മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു പ്രദേശമാണ് ഈ അലിഗഡ് എന്ന് പറയുന്നത്. സന്ധ്യയ്ക്ക് 6 മണി കഴിഞ്ഞാൽ ഒരുവിധം സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാമൂഹ്യ വിരുദ്ധ ശല്യമുള്ള ഒരു പ്രദേശമായിട്ട് അലിഗഡ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അലിഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നഗ്നനാക്കി യുവാവിനെ മർദ്ദിച്ചു എന്ന് ഉള്ള വാർത്ത മലയാള മാധ്യമത്തിലൂടെ പുറത്തു വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഒരു പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിക്കുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് എൻ്റെ മകളെ നിരന്തരമായിട്ട് ശല്യം ചെയ്ത യുവാവിനെയാണ് ഞങ്ങളുടെ കുടുംബം കൈകാര്യം ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നിരന്തരമായിട്ട് 5 വർഷം ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്ത ഒരു ഇത്തരത്തിലുള്ള ഒരു യുവാവിനെ, ഒരു ശല്യക്കാരനായിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധനെ പൊതുസമൂഹം കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാമാന്യ നീതിക്ക് ചേർന്ന ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന വാർത്തയെന്ന് പറയുന്നത് ഈ കൊടും ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ ഈ ശല്യക്കാരനായിട്ടുള്ള ഈ പെൺകുട്ടിയെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഇത്തരക്കാരനെ വെള്ളപൂശുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഈ ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് ഈ ജനതയെ ആകെ ഭീതിയിലാഴ്ത്തുവാൻ വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളൊക്കെ പരിശ്രമിക്കുന്നതിന്റെ പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ബുദ്ധിയുണ്ട്, ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗം സുരക്ഷിതരല്ല എന്ന് ആ വിഭാഗത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രഥമമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ഭൂരിപക്ഷ മതവിഭാഗം ഇത്തരത്തിൽ നിരന്തരം പ്രശ്നക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് വഴി നാട്ടിലെ ഭരണകൂടത്തിനും സർക്കാർ സംവിധാനത്തിനും ഒക്കെ ഒരു മങ്ങലേൽപ്പിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശവുമുണ്ട്. ഈ ന്യൂനപക്ഷ വിഭാഗം സുരക്ഷിതരല്ല എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആർക്കാണ് ഇവരെ സംരക്ഷിക്കാൻ കഴിയുക? അത് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഭീതിയിലാഴ്ന്ന ഒരു ജനവിഭാഗം, അതിൽ ഒരു വലിയ ശതമാനം ഈ തീവ്രവാദികളുടെ അടുക്കൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അഭയം പ്രാപിക്കുവാൻ സാധ്യത ഉണ്ടാവുമെന്നും അതുവഴി അവർക്ക് എളുപ്പം അവരുടെ സംഘടനാ വികാസം, സംഘടനാ പ്രവർത്തനം ഈ നാട്ടിൽ സാധ്യമാക്കാം എന്നുള്ള ദുരുദ്ദേശത്തിന്റെ പുറത്താണ് ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. കേരളത്തിന്റെ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് ഇവിടുത്തെ ഇസ്ലാം ഭീകരവാദത്തെ വെള്ളപൂശുന്ന വാർത്തകളാണ് പടച്ചുവിടുന്നത് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയം തന്നെയാണ്. വൈഷ്ണവി ദേവി ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് പോയ ഹൈന്ദവ തീർത്ഥാടകർ, കൊച്ചു കുട്ടികളടക്കമുള്ള ആ തീർത്ഥാടകരെ നിർദാക്ഷിണ്യം പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി കാശ്മീർ കേന്ദ്രീകരിച്ച് ഭീകരപ്രവർത്തനം നടത്തുന്ന ആ തീവ്രവാദികൾ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയപ്പോൾ അതിനെക്കുറിച്ച് ഒരു വരി വാർത്ത എഴുതുവാൻ തയ്യാറാകാത്ത മാധ്യമങ്ങളാണ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിൽ
ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി, ജനതയെ തെറ്റിദ്ധാരണയുണ്ടാക്കി, ഈ ജനതയെ ശിഥിലമാക്കിക്കൊണ്ട് ഇതിൽ കൃത്യമായിട്ട് ഭീകരവാദത്തിൻ്റെ വേരോട്ടം അത് വളരെ ആഴത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. ഈ പ്രവർത്തനം ഭംഗിയായിട്ട് സമാജത്തിൽ ഫലിപ്പിച്ചെടുത്താൽ മാത്രമാണ് ഈ മാധ്യമ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള വിദേശ ശത്രുരാജ്യങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ സാമ്പത്തിക സഹായത്തോടെയാണ് കേരളത്തിൻ്റെ ഒട്ടുമിക്ക മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രവിരുദ്ധമായിട്ട് അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ സർക്കാരിനെ ദുർബലപ്പെടുത്തുവാനും അതുപോലെ തന്നെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമാജത്തെ അവഹേളിക്കുവാനും വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നത്. ആ പരിശ്രമങ്ങളെ നാം ചെറുതായി കാണാൻ പാടില്ല. ഇതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശേഷി നാം ആർജിക്കേണ്ടതായിട്ടുണ്ട്. ഈ വാർത്തകളെയെല്ലാം അതിൻ്റെ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ദിശയിൽ നാം നിരീക്ഷിച്ചുകൊണ്ട് ഈ ദേശീയതയെ ദുർബലപ്പെടുത്തുന്ന ഈ കള്ളപ്രചരണങ്ങളെ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. നന്ദി, നമസ്തേ.